മുഖാമുഖത്തിൽ ഒരു മുജാഹിദ് മൗലവിയോട് ചെറുപ്പക്കാരൻ ചെന്ന് ചോദിച്ചു, അള്ള ശിർക്ക് ചെയ്യാൻ കൽപ്പിക്കോ ചോദിച്ചു. ഇല്ല. അള്ളല്ലാത്തവരോട് ദ്വാരക്കണത് ശിർക്കല്ലേ ചോദിച്ചു. അതേ. അപ്പൊ ആ ചെറുപ്പക്കാരൻ ആ മൗലവിയോട് ചോദിച്ചു, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീയിലേക്ക് എറിയപ്പെടുമ്പോൾ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വേണ്ടി ലോകത്തെ സകല ചരാചരങ്ങളും അല്ലാഹുവിനോട് സഹായം തേടുകയാണ്. ഖലീലുല്ലാഹിയെ രക്ഷപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അള്ളാഹിനോട് തേടിക്കൊണ്ടിരിക്കുമ്പോ മലക്കുകളോട് അല്ലാഹു തആല പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണ് മലക്കുകളോട് അല്ലാഹു തആല പറഞ്ഞത്? മലക്കുകളെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിങ്ങളെ വിളിച്ചാൽ, നമ്മളർത്ഥം വഹാബികളർത്ഥം ഇബ്രാഹിം നബി നിങ്ങളോട് ദ്വാരന്നാൽ നിങ്ങൾ പോയി സഹായിച്ചോളിട്ടോ. ഈ ചെറുപ്പക്കാരൻ ചോദിച്ചു, കണ്ടങ്ങള് ഇബ്രാഹിം നബി ദ്വാരക്കണ വർത്താനാണ് അള്ള പറഞ്ഞത്, ഇങ്ങനെ അല്ലല്ലാത്തവരോട് ദ്വാരക്കണ വർത്താനം അള്ള കൽപ്പിക്കോന്ന് ചോദിച്ചപ്പോ മൗലവി പറയും, ആ ദുആ അല്ല ഇത് വേ ആണ്, അത് റേ ആണ്. ഇങ്ങനെ വാദം പ്രതിസന്ധി പ്രയാസഘട്ടങ്ങളിൽ അല്ല ഇല്ലാത്തവരോട് ഇസ്തിഗാസ നടത്തൽ ശിർക്ക്, അള്ളാഹു കൽപ്പിക്കൂല. ഇവിടെ അള്ളാഹു താല വളരെ വ്യക്തമായി കൽപ്പിക്കുകയാണ്. ഒരു പ്രതിസന്ധി പ്രയാസഘട്ടം വന്നപ്പോ വിറകിൽ തീ, അള്ളാഹു താല പറയാണ് നിങ്ങളോട് സഹായം തേടി സഹായിച്ചോളി, സഹായം ചെയ്തോളി. എന്നല്ലേ ദുആ എന്നല്ലേ? ഇബാദത്ത് എവിടെ പോയി? ഇതേ ഈ ദുആ വൽകുല്ലു യദൂക എന്ന് പറഞ്ഞ ഞങ്ങളെ മൗലൂദിലെ ദുആ ഉണ്ടല്ലോ, ആ ദുആ അല്ല വമൻ അളല്ലു മിമ്മൻ യദൂ എന്ന് കൊടുത്ത ദുആ. ഞങ്ങള് മൗലൂദ് പറഞ്ഞ ദുആ ഉണ്ടല്ലോ, ആ ദുആ അല്ല ഉദൂനി അസ്തജിബ് ലക്കും എന്നോടുത്ത ദുആ. ആ ദുആ വേ ആണ്, ഇത് റേ ആണ്. പ്രശ്നം തീർന്നില്ലേ? ഇത്തരം പണിയുള്ളത് തീർക്കാൻ സഹോദരന്മാരെ, ഇത് വലിയ ഒസ്വാസിലൂടെ സമുദായത്തെ വഞ്ചിക്കുകയാണ്. ഇത് പറയുമ്പോ വഹാബികൾ പിന്നെ ചെയ്യുന്ന വേറൊരു കലാപരിപാടി ഉണ്ട്. അതെന്താ നിങ്ങള്, നമ്മുടെ തങ്ങന്മാരും ആലിമീങ്ങളൊക്കെ എവിടെയെങ്കിലും അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന സമയത്ത് അള്ളാഹിനോട് ദ്വാരക്കാൻ വേണ്ടി കൈപൊന്തിച്ചതാണ്. ആ കൈപൊന്തിച്ച സമയത്ത് ദുആ ചെയ്യുന്നതിനിടയിൽ അവർ റസൂലുള്ളാഹിനോട് ഇസ്തിഗാസ നടത്തുന്ന രംഗങ്ങളുണ്ടാവും. ഇസ്തിഗാസ നടത്തുമ്പോഴായിട്ട് ഇപ്പൊ കൈ താത്തിടേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഒരു വിളി പ്രാർത്ഥനയാകല് കൈയൊന്തിച്ചുമ്പോഴൊന്നല്ലല്ലോ. അതുപോലെ അള്ളാഹിനോട് ദുആ ചെയ്യുന്ന കൂട്ടത്തിൽ പറഞ്ഞ ആമീൻ എന്ന പ്രയോഗം ഉണ്ടാവും. ഇതൊക്കെ ക്ലിപ്പിട്ടിട്ട് കാട്ടിങ്ങാണ്ട് പറയും, കണ്ടോ ഇത് ദ്വാരക്കന്നല്ലേ. കാരണം എന്താ, വഹാബിയക്ക് മൗലവിമാര് പഠിപ്പിച്ചു കൊടുത്ത ദുആ ഏതറിയങ്ങള്? പണ്ട് ഞങ്ങളെ നാട്ടിലൊരു മൗലവി എങ്ങനെ ദ്വാരന്നാലും കൗമ് ആമീൻ പറയില്ല, എന്നിങ്ങനെ കുത്തും. അപ്പോ മൗലവി പറഞ്ഞു കൊടുത്തു, ഇദാ സമീഅ്തും തേ ഫഖൂലു ആമീൻ. ഞാൻ വർത്താനം പറയണതിന്റെ ഇടക്ക് ഇഞ്ച വർത്താനത്തിന്റെ അവസാനം ടേന്ന് കേട്ടാൽ അള്ള കാക്കട്ടെ, പടച്ചോൻ സലാമത്താക്കട്ടെ, അള്ള രക്ഷപ്പെടുത്തട്ടെ, ഇങ്ങനെ ഇഞ്ച വർത്താനത്തിന്റെ അവസാനം ഒരു ടേന്ന് കേൾക്കുകയാണെങ്കിൽ ഫഖൂലു ആമീൻ, നിങ്ങൾ ആമീൻ പറയണമെന്നാണ്. ഇതൊന്നുമല്ലല്ലോ സഹോദരന്മാരെ ദുആ എന്ന് പറയുന്നത്. അത് മൗലവി തന്നെ പറയുന്നുണ്ട്. ഒരു സംഗതി പ്രാർത്ഥനയാകാൻ വാക്കുകൾ ഉണ്ടാകണം എന്ന് തന്നെ ഇല്ല. പ്രവൃത്തിയും വാക്കും ഒന്നുമല്ല ഒരു സംഗതിയെ പ്രാർത്ഥനയാക്കി മാറ്റുന്നത്. ലഫ്ലല്ല സുഹൃത്തെ പ്രധാനം, ദുആയിൽ ലഫ്ല് വേണമെന്നേ ഇല്ല. ഒരു സംഗതി പ്രാർത്ഥനയാകാൻ ദുആ ആകണമെങ്കിൽ വാക്കുകൾ ഉണ്ടാകണമെന്ന് തന്നെ ഇല്ല. ഇനി ഒരു വാക്കുണ്ടായി എന്ന് കരുതി അത് പ്രാർത്ഥന ആയിക്കൊള്ളണം എന്നുമില്ല. പ്രാർത്ഥിക്കാൻ പദങ്ങൾ വേണമെന്നേ ഇല്ല, പ്രവൃത്തികളും വേണമെന്നേ ഇല്ല. ഇനി ഒരു പ്രവൃത്തി ഉണ്ടായാൽ തന്നെ ഒരാൾ കൈ പൊന്തിച്ചു എന്ന് കരുതി അത് പ്രാർത്ഥന ആയിക്കൊള്ളണമെന്നുമില്ല. അത് ഞാൻ വെറുതെ പറയല്ല, കൈ പൊന്തിച്ചലൊക്കെ ചെറിയ കേസല്ലേ. വെളിയങ്കോട്ട ഉമർ മൗലവി സെൽസബീൽ എന്ന് പറയുന്ന പ്രസിദ്ധീകരണത്തിൽ എഴുതി വെച്ച ഒരു കാര്യമുണ്ട്. എന്താ മൂപ്പർ എഴുതിയത് അറിയോ? ഒരു മുസ്ലിമായ മനുഷ്യൻ ഒരു വിഗ്രഹത്തിന്റെ മുമ്പിൽ സുജൂദിൽ കിടക്കുന്നത് കണ്ടാൽ അവൻ കാഫിറാണ് എന്ന് പറയാൻ പാടില്ല. ഓനോട് ചോദിക്കണം. എന്താ ചോദിക്കണ്ടേ? ഇജിപ്പ് എന്തിനെ നെറ്റി ചൊറിയാനാണോ അങ്ങനെ കടന്നത്, അതോ വിഗ്രഹത്തെ ആരാധിക്കാനാണോ അങ്ങനെ കടന്നത് എന്ന് ചോദിക്കണം. ഓന്റെ ഹൃദയത്തിലെ വിശ്വാസവും നിലപാടും എന്താന്ന് നോക്കാതെ ഓ മുശ്രിക്കാന്ന് പറയരുത് എന്ന് എഴുതി വെക്കാണ് മുജാഹിദ് മൗലവി. ആരായി മുജാഹിദീങ്ങള്? വിഗ്രഹത്തിന്റെ മുമ്പിൽ സുജൂദ് കിടക്കണ കണ്ട ഒറ്റയടിക്ക് മുശ്രിക്ക് എന്ന് പറയരുത് എന്ന് പറയുന്നത് ആരറിയോ? മമ്പർ മക്കാമിന്റെ ഗേറ്റിന്റെ മുമ്പിൽ ഒരു മേമോട്ടിനെ കണ്ട തൊള്ളടക്കി കാഫിർ എന്ന് പറയണ മൗലവിമാര്. നോക്കണങ്ങളെ, ഒരു മുസ്ലിമായ മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവൻ
നമ്മുടെ നാട്ടിൽ അറിയപ്പെട്ട ഒരു ദൈവങ്ങളെയും ദൈവമായി സ്വീകരിക്കാത്തൊരു മുസ്ലിം മമ്പറം മക്കാമിന്റെ ഗേറ്റിന്റെ മുമ്പിൽ നിൽക്കുന്നത് കണ്ട പച്ചക്കാഫിർ എന്ന് വിളിക്കുന്ന വഹാബിക്ക് ഒരു മുസ്ലിം വിഗ്രഹത്തിന്റെ മുമ്പിൽ സുജൂദ് കിടക്കുന്നത് കണ്ടാൽ അന്വേഷണ കമ്മീഷനെ വെക്കാതെ കാഫിറാക്കാൻ പറ്റൂല എന്നുള്ള നിലപാടാണ്. ഞങ്ങളെ കാര്യത്തിൽ നിങ്ങൾ കമ്മീഷൻ ഒന്നും വെക്കണ്ട. നാടായ നാട്ടിൽ മുഴുവൻ ഇജാതി 5000ന്റെ ആമ്പിളിയിൽ ഞങ്ങൾ ഉറക്കെ പറയുന്നുണ്ട് മമ്പറം തങ്ങൾ ഞങ്ങളെ പഠിച്ചോനല്ല എന്ന്. അതൊന്ന് സ്വീകരിച്ചാൽ മതി. നിങ്ങൾ സ്വീകരിച്ചാൽ പിന്നെ നിങ്ങളെ ഈ കുത്തിതിരിപ്പ് നടക്കൂല. സഹോദരന്മാരെ, ഇതാണ് ഇവിടെ നടക്കുന്ന വഞ്ചന. അപ്പോ മൗലവി പറഞ്ഞല്ലോ, ഒരു സംഗതി പ്രാർത്ഥനയാകുന്നത് വാക്ക് നോക്കിയിട്ടോ പ്രവൃത്തി നോക്കിയിട്ടോ അല്ല, പിന്നെയോ വിശ്വാസം നോക്കിയിട്ടാണ്. അപ്പം വേറൊരു ചെറുപ്പക്കാരൻ ചോദിച്ചു, ഒരു വിളി, എല്ലാ വിളിയും പ്രാർത്ഥനയല്ല, ആ വിളി വേ ആണ്, ഈ വിളി റേ ആണ് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ ചെറുപ്പക്കാരൻ ചോദിച്ചു, ഒരു വിളി എപ്പോഴാണ് പ്രാർത്ഥനയാകുക? മനസ്സിലൊരു വിശ്വാസം ഉണ്ടാവുമ്പോഴാണ്, നിങ്ങൾ പറഞ്ഞു, ഏത് വിശ്വാസം ഉണ്ടാവുമ്പോഴാണ് ഒരു വിളി പ്രാർത്ഥനയാകുക എന്ന് ചോദിക്കാൻ? ഒന്ന്, സാധാരണ സഹായം ചോദിച്ചപ്പോൾ അവിടെ ശിർക്കായിട്ടില്ല. നിങ്ങൾ ഇവ പറഞ്ഞു, അവിടെ പ്രാർത്ഥന വരുമ്പോഴാണ് ശിർക്കാവുന്നത്. അത് മനസ്സിലുണ്ടാകുന്ന ഒരു പ്രത്യേക വിശ്വാസമാണ് ആ ശിർക്കാകാനുള്ള കാരണം. എന്താണ് ആ വിശ്വാസം? എന്തുകൊണ്ടാണ് ശിർക്കായത്? ഏത് വിശ്വാസത്തോടു കൂടി ചോദിക്കുമ്പോഴാണ് ശിർക്കായത്? അതൊന്ന് പറയുക. സുഹൃത്തുക്കളെ, വളരെ സുന്ദരമായ ഒരു ചോദ്യമാണത്. അതിന് വളരെ വ്യക്തവും ലളിതവുമായ മറുപടി ഖുർആനിൽ തന്നെ അല്ലാഹു തആല പറഞ്ഞു വച്ചിട്ടുണ്ട്. അന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. അല്ലാഹുവിനെ ആരാധിക്കാനുള്ള കേന്ദ്രമാണ് പള്ളികൾ. ആ പള്ളികളിൽ നിന്ന് ആരാധനാഭാവത്തിലുള്ള ഒരു വിളിയും നിങ്ങൾ ഒരാളെയും വിളിക്കരുത് അല്ലാഹനെ അല്ലാതെ. സുഹൃത്തുക്കളെ, ഇവിടെ ഖുർആൻ ഇത് പറഞ്ഞു വെച്ചു, പള്ളിയിൽ നിന്ന് ആരാധന വരുന്ന വിളി നിങ്ങൾ ആരെയും വിളിക്കാൻ പാടില്ല. മറ്റൊരായത്തിലൂടെ ആരാധനയിൽ പെടുന്ന വിളി ഏതാണ് എന്ന് ഖുർആൻ വിശദീകരിക്കുകയാണ് വളരെ ലളിതമായി. എന്താണ് ഖുർആൻ പറയുന്നത്? ഫലാ തദ്ഉ മഅല്ലാഹി ഇലാഹൻ ആഖറാ. ഏത് വിളിയാണ് ശിർക്കാകുന്നത്? ഏത് വിളിയാണ് ദുആ ആകുന്നത്? ഏത് വിളിയാണ് അല്ലാഹു അല്ലാത്തവരോട് പാടില്ല എന്ന് പറഞ്ഞത്? അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, ഫലാ തദ്ഉ മഅല്ലാഹി ഇലാഹൻ ആഖറാ. ഇലാഹാണെന്ന വിശ്വാസത്തോടെ, ദൈവമാണെന്ന് ആരോപിക്കപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഒരാളെയും വിളിക്കരുത്. വിളിക്കുന്നവൻ വിളിക്കപ്പെടുന്നവനെ കുറിച്ച് വെച്ചു പുലർത്തുന്ന വിശ്വാസമെന്ത്? ആ വിശ്വാസമാണ് ഒരു വിളിയെ പ്രാർത്ഥനയാക്കുന്നതും അല്ലാതെയാക്കുന്നതും. അതുകൊണ്ട് അല്ലാഹു തആല പറയാണ്, നിങ്ങൾ ഒരാളെയും ദൈവമാണെന്ന് കരുതി വിളിക്കാൻ പാടില്ല. ജീവിച്ചിരിക്കുന്നവരെയോ അല്ലാത്തവരെയോ അടുത്തുള്ളവരെയോ അകലെയുള്ളവരെയോ കാണുന്നവരെയോ കാണപ്പെടാത്തവരെയോ ഇലാഹാണെന്ന മനോഭാവത്തോടെ നിങ്ങൾ വിളിക്കാൻ പാടില്ല. അങ്ങനെ വിളിച്ചാൽ അത് പ്രാർത്ഥനയുടെ പരിധിയിൽ വരുന്ന വിളിയാണ്. അതുകൊണ്ട് പടച്ചവന്റെ പവറിൽ മറ്റൊരാളെയും നിങ്ങൾ വിളിച്ചുകൂടാ.